ഞാൻ ചോദിച്ചു ഇത് എന്തുകൊണ്ട് ബെൽറ്റ് ഡ്രൈവ് പോയിന്ന്. അപ്പം ചെയിൻ മെയിൻ്റനൻസ് വേണ്ട, അതാണ് ഏറ്റവും നല്ലത്. ബെൽറ്റിൻ്റെ മെയിൻ്റനൻസ് 1 in 10,000 കിലോമീറ്റേഴ്സാണ്. പിന്നെ 40,000 കിലോമീറ്റേഴ്സാണ് ബെൽറ്റിൻ്റെ ലൈഫ് പറയുന്നത്. അപ്പോൾ 40,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റിയാൽ മതി. ചെയിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ടോർക്കിയറായിട്ടുള്ളൊരു ബൈക്ക് വരുമ്പം ചെയിൻ സിസ്റ്റത്തിൽ ഒരു 15,000 to 20,000 മാറ്റണം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വേറെ ഉണ്ട്. അപ്പം ബെൽറ്റിൽ എനിക്ക് കണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു ഈ ബെൽറ്റ് എങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്, ലൂസ് ചെയ്യുന്നത്. അപ്പം ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ലാക്ക് നോക്കിയിട്ടാണ് ഒബ്വിയസ്ലി. അപ്പം ഇതിനകത്തും സ്ലാക്കാണ് നോക്കുക. പക്ഷേ സ്ലാക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെറ്റീരിയൽ വെച്ചിട്ടാണോ, ഒരു റബ്ബർ മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ആ ബെൽറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ ബെൽറ്റ് നമ്മൾ ഈ ഗിറ്റാറൊക്കെ വായിക്കുന്ന പോലെ ടെങ് ടെങ് എന്ന് ചെയ്യണം. അപ്പം ഗിറ്റാർ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഗിറ്റാർ എങ്ങനെ ട്യൂൺ ചെയ്യുന്നതെന്ന്. നമ്മൾ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഓൺ ആക്കിയിട്ട് അതൊരു ഫ്രീക്വൻസി മോണിറ്ററാണ്. അപ്പം ഈ ബെൽറ്റ് നമ്മളിങ്ങനെ ടിങ്, ശരിക്കും പറഞ്ഞാൽ ഗിറ്റാർ ഇങ്ങനെ ട്യൂൺ ചെയ്താൽ ടിങ് 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 ടിങ്. അപ്പോൾ അത് കേട്ടിട്ടാണ് ഗിറ്റാറിലെ ഓരോ സ്ട്രിങ്സും നമ്മൾ ട്യൂൺ ചെയ്യുക. അതുപോലെയാണ് ഈ വണ്ടിയുടെ ബെൽറ്റ് ട്യൂൺ ചെയ്യുന്നത്.